പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 14. പ്രധാന വാർത്തകൾ. റൂവിയിലെ ജ്വല്ലറിയിൽ നിന്നും പണവും വൻതോതിൽ ആഭരണങ്ങളും മോഷണം നടത്തിയ വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് നഗരത്തിലെ ജ്വല്ലറിയിൽ മോഷണം നടന്നത്. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. അറബ് ഏഷ്യൻ രാജ്യക്കാരായ 8 പേരെയാണ് പോലീസ് പിടികൂടിയത്. മോഷ്ടിച്ച ആഭരണങ്ങളും പണവും ഉൾപ്പെടെ പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 വിദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുഹാർ വിലായത്തിലായിരുന്നു സംഭവം. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു. ഖരീഫ് ആസ്വദിക്കാൻ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും സഞ്ചാരികളെത്തുമ്പോൾ ദോഫാറിൽ ബാക്കിയാകുന്നത് ടൺ കണക്കിന് മാലിന്യം. ഇത്തവണ ജൂലൈ മാസത്തിൽ നഗരസഭയുടെ മാലിന്യപ്പെട്ടികളിൽ നിന്നും 34,000 ടൺ മാലിന്യം ശേഖരിച്ചതായി ഒമാൻ എൻവയോൺമെന്റൽ സർവീസ് ഹോൾഡിംഗ് കമ്പനി അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 30% വർധനയുണ്ടായി. പ്രതിദിനം ശരാശരി 923 ടൺ എന്ന നിലയിൽ നിന്നും 1,107 ടൺ നിലയിലേക്ക് മാലിന്യങ്ങളുടെ തോത് ഉയർന്നു. ഖരീഫ് കാലത്ത് ദശലക്ഷം സഞ്ചാരികളാണ് ദോഫാറിലെ പച്ചപ്പും ചാറ്റൽ മഴയും ആസ്വദിക്കാനെത്തുന്നത്. ഗവർണറേറ്റിന്റെ വിവിധ വിഭാഗങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെന്ന ആഭ്യന്തര രാജ്യാന്തര സഞ്ചാരികൾ വലിയ തോതിൽ മാലിന്യം ഉപേക്ഷിച്ചു പോകുന്നത് നിത്യകാഴ്ചയാണ്. അലക്ഷ്യമായി മാലിന്യം ഉപേക്ഷിക്കുന്നത് തടയുകയെന്ന ലക്ഷ്യത്തിൽ 3000 മാലിന്യപ്പെട്ടികൾ അധികമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ടൂറിസ്റ്റ് സൈറ്റുകളിൽ ചെറിയ 1000 വേസ്റ്റ് ബിൻ പലയിടങ്ങളിലായി ലഭ്യമാക്കിയിട്ടുണ്ട്. ദിനംപ്രതി വലിയ തോതിൽ മാലിന്യങ്ങളാണ് ദോഫാർ നഗരസഭ ശുചീകരണ തൊഴിലാളികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വിലായത്തിൽ സംഘർഷത്തിലേർപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് റോയൽ ഒമാൻ പോലീസ്. ഏഷ്യൻ രാജ്യക്കാരായ ഒരു സംഘം പ്രവാസികളാണ് കൂട്ടത്തല്ലിലേർപ്പെട്ടത്. സംഘടിച്ചു കലഹമുണ്ടാക്കിയവരെ ബാത്തിന പോലീസ് കമാൻഡ് കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സഹം വിലായത്തിൽ പ്രാദേശിക മാർക്കറ്റിൽ വെച്ച് അടിപിടി കൂടിയ ഒരു കൂട്ടം വിദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കിയിരുന്നു. മാർക്കറ്റിൽ നിന്നും സംഘം തിരിഞ്ഞ ആളുകൾ തമ്മിൽ അടിപിടി കൂടുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കലഹത്തിലേർപ്പെട്ടവരെ വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യത്തെ പ്രമുഖ ധനവിനിമയ ഇടപാട് സ്ഥാപനമായ ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന വനിതാ വോളിബോൾ ടൂർണമെന്റിന്റെ 3ാം സീസൺ വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ബൗഷർ ക്ലബ്ബിൽ വെച്ച് നടക്കുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 മണിക്ക് നടക്കുന്ന ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഒമാനിലെ ഫിലിപ്പീൻസ് അംബാസഡർ റൗൾ എസ് ഹെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഫിലിപ്പീൻസ് എംബസി തൊഴിൽ വിഭാഗം സെക്രട്ടറി ഗ്രിഗറിയോ എബലോസ്, ഒമാൻ വോളിബോൾ അസോസിയേഷൻ ബോർഡ് അംഗം ആയിഷ എന്നിവർ മുഖ്യാതിഥികളാകും. വിജയികൾക്ക് പുറമെ റണ്ണേഴ്സ് അപ്പ്, 3ാം സ്ഥാനക്കാർ എന്നിവർക്ക് ട്രോഫിയും പ്രൈസ് മണിയും ലഭിക്കും. ഇതിനു പുറമെ മികച്ച കളിക്കാരി, ഭാവി വാഗ്ദാനം, മികച്ച സ്പോർട്ടിംഗ് ടീം എന്നിവ ഉൾപ്പെടെ നിരവധി വ്യക്തിഗത സമ്മാനങ്ങളും ലഭിക്കും. ബൗഷറിലെ മസ്കത്ത് കോളേജിന് സമീപമാണ് ബോഷർ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത്. ഒമാനിൽ പഴം പച്ചക്കറി ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിച്ച് അധികൃതർ. ഈ വർഷം ജനുവരി-മെയ് കാലയളവിൽ 98 ലക്ഷം റിയാൽ മൂല്യമുള്ള പഴം പച്ചക്കറികളാണ് വിപണിയിലെത്തിയതെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രം കണക്കുകൾ വ്യക്തമാക്കുന്നു. കൂടുതൽ വിഭവങ്ങൾ എത്തിയത് UAE-യിൽ നിന്നാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇറക്കുമതിയിലും കയറ്റുമതിയിലും വലിയ വർധനവുണ്ടായതായും ദേശീയ സ്ഥിതിവിവര കേന്ദ്രം വ്യക്തമാക്കുന്നു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു ഒമാനിൽ ജോലിയിൽ തുടരുന്നവർക്കെതിരെ വരാനിരിക്കുന്നത് കർശന നടപടികൾ. സ്വദേശിവൽക്കരിച്ച തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ, അനധികൃതമായി ഒമാനിൽ പ്രവേശിച്ച് തൊഴിലെടുക്കുന്നവർ തുടങ്ങിയ നിയമലംഘകരെ കാത്തിരിക്കുന്നത് നാട് കടത്തുന്നതുൾപ്പെടെയുള്ള നടപടികളാണ്. തിരികെ ഒമാനിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത നിലയിലാകും രാജ്യത്ത് നിന്നും മടക്കി അയക്കുക എന്നും തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന നിയമലംഘകരെ നാടുകടത്തുന്നതിനുള്ള ചെലവ് തൊഴിലുടമയുടെയോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന
സ്ഥാപനത്തിൻ്റെയോ ഉത്തരവാദിത്തമായിരിക്കും. സ്വദേശീവൽക്കരണം പൂർത്തീകരിക്കാത്ത കമ്പനികൾക്ക് പുതിയ വിസകൾ അനുവദിക്കുന്നതിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് തൊഴിൽ മന്ത്രാലയം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. സ്വദേശീവൽക്കരിച്ച തസ്തികകളിൽ വിദേശികളെ നിയമിക്കുന്നത് കണ്ടെത്തുന്നതിന് കർശന പരിശോധനയും തൊഴിൽ മന്ത്രാലയം നടത്തിവരുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് വിഭാഗവുമായി ചേർന്ന് മന്ത്രാലയം പ്രവർത്തിച്ചു വരികയാണ്. സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കേരളം സ്റ്റേറ്റ് അണ്ടർ-7 സംസ്ഥാന ചെസ് മത്സരത്തിൽ ബൗഷർ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി ഇലാൻ ഷഫീഖ് ചാമ്പ്യനായി. തൃശൂർ പാവറട്ടി വെൺമാട് ചക്കനാത്ത് VM ഷഫീഖിൻ്റെയും നഷീജ ഷഫീഖിൻ്റെയും 4ാമത്തെ മകനാണ് ഇലാൻ ഷഫീഖ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ടെക്നിക്കൽ കമ്മിറ്റി അംഗം K ഹരിദാസ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ SM ശ്രീകുമാർ, കൺവീനർ S സാബു, അംഗങ്ങളായ രാജു, ഹരികൃഷ്ണൻ, ജോയിന്റ് കൺവീനർ PR സാബു എന്നിവർ സംസാരിച്ചു. പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി ഒമാനിൽ വീണ്ടും വിസ വിലക്ക്. 13 തസ്തികകളിൽ വിദേശികൾക്ക് പുതിയ തൊഴിൽ പെർമിറ്റ് അനുവദിക്കില്ലെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 6 മാസക്കാലത്തേക്കാണ് പുതിയ വിസകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. സാധാരണക്കാരായ തൊഴിലാളികളെ ബാധിക്കുന്നതാണ് പുതിയ വിസ വിലക്ക്. നിർമ്മാണ തൊഴിലാളികൾ, ശുചീകരണം, ലോഡിംഗ്, അൺലോഡിംഗ്, ഇഷ്ടിക പണിക്കാർ, സ്റ്റീൽ ഫിക്സർമാർ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രങ്ങൾ തയ്യൽ നടത്തുന്നവർ, ജനറൽ ഇലക്ട്രീഷ്യന്മാർ, വെയ്റ്റർമാർ, പെയിന്റർമാർ, പാചകക്കാർ, ഹോം ഇൻസ്റ്റാളേഷൻ ഇലക്ട്രീഷ്യൻ, ബാർബർ എന്നീ മേഖലകളിലാണ് പുതിയ വിസ നിരോധിച്ചിരിക്കുന്നത്. അതേസമയം നിലവിൽ ഈ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് വിസ പുതുക്കി നൽകുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഒമാനിൽ കൂടുതൽ തൊഴിൽ മേഖലകളിൽ പ്രവാസികൾക്ക് വിലക്ക് വരികയാണ്. തൊഴിൽ വിപണിയിൽ ഒമാനികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 30-ലധികം തൊഴിലുകൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി കഴിഞ്ഞ മാസം തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. സെപ്റ്റംബർ മുതൽ ഇതും പ്രാബല്യത്തിൽ വരും. എന്നാൽ പുതുതായി വിദേശികൾക്ക് നിരോധനം വരുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. പ്രവാസ ലോകത്തായിരിക്കുമ്പോഴും ലഭ്യമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്കും സഹജീവികളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്ന മലയാളികളുടെ പൊതുബോധമാണ് അവരെ മികച്ച സമൂഹമാക്കി മാറ്റുന്നതെന്ന് OICC ഇൻക്യാസ് ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപിള്ള അഭിപ്രായപ്പെട്ടു. ഒമാനിലെ പൊതുരംഗത്തും സന്നദ്ധ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലും ദീർഘനാളുകളായി നിസ്വാർത്ഥ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്നദ്ധ ജീവകാരുണ്യ സേവന രംഗത്തെ നിറസാന്നിധ്യവും ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് നിരവധി സേവനങ്ങൾ അനുഷ്ഠിക്കുകയും കോവിഡ് മഹാമാരിക്കാലത്ത് നിരവധി ആളുകൾക്ക് മരുന്നും മറ്റാവശ്യ സാധനങ്ങളും എത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്ത ഇൻക്യാസ് ഒമാൻ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ നിയാസ് ചെണ്ടയാടിനെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയും സെമിനാറുകൾ സംഘടിപ്പിക്കുകയും അക്കാദമിക് രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ സമകാലിക പ്രസിദ്ധീകരണങ്ങളിലെ കോളമിസ്റ്റ് കൂടിയായ ഡോക്ടർ സജി ഉതുപ്പാനെയും യോഗം ആദരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.